ഈ തൃശ്ശൂർ പൂരം കലക്കാൻ അദ്ദേഹമാണ് വഴി വിട്ടത് കൊടുത്തത്. ഇവിടെ ഭക്ഷണം കഴിക്കുന്ന ആർക്കും അറിയില്ലേ? ഇന്നലെ വേറെ ആരോ പറഞ്ഞു എന്താണ് തൃശ്ശൂർ പൂരം കലക്കാൻ ഈ കഴിഞ്ഞ വർഷമാണ്. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ തൃശ്ശൂർ പൂരം കലക്കാനാണ് ഇവര് തമ്മിൽ കണ്ടതെന്ന്. ഇവര് തമ്മിൽ കണ്ടപ്പോൾ BJPയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? സംഘപരിവാറിന്റെ കേരളത്തിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം അല്ലേ? അപ്പോൾ ഈ ADGP വഴി മുഖ്യമന്ത്രി കൊടുത്ത അഷ്വറൻസ്, അതിന് ഞങ്ങൾ സഹായിക്കാം, ഞങ്ങളെ ഉപദ്രവിക്കരുതാണ്, കേസ് പ്രശ്നമായിട്ട് ഞങ്ങളെ ഉപദ്രവിക്കരുതാണ്. അതിന്റെ തുടർച്ചയാണ് പൂരം കലക്കിയത്. അല്ലാതെ പൂരം കലക്കാൻ ഗൂഢാലോചന നടത്തിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്ത കാര്യം എന്റെ നാവിൽ വെക്കരുത്. നിങ്ങളുടെ കയ്യിലെല്ലാം റെക്കോർഡുണ്ട്. നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഭാര്യയും മകളും മകനുമെല്ലാം ജയിലിൽ കിടക്കേണ്ട ആളാണെന്ന് എത്രയോ തവണ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട നേതാവ് ആരാണെന്ന് അറിയാമോ? BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ PC ജോർജ് ഈ കാര്യത്തിൽ വളരെ കർശനമായി പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ സെൻട്രൽ ജയിലിൽ കിടക്കും, ഭാര്യയും മക്കളും എല്ലാം ജയിലിൽ കിടക്കും എന്ന് കൃത്യമായി വിളിച്ചു പറയാനുള്ള കാരണം എന്താണ്? അത്രയും ഗൗരവമായ കേസുകൾ അദ്ദേഹത്തിൻ്റെ പേരിലും മക്കളെ പേരിലും ഉണ്ടെന്നുള്ളത് തന്നെയാണ്. ക്രൈമാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിനെതിരെയുള്ള ആദ്യത്തെ ഒരു കേസ് പൊട്ടിച്ചിട്ടുള്ളത്. ലാവ്ലിംഗ് കേസ് 2005 ഞാൻ പുറത്തു കൊണ്ടുവന്നത്. അതിൻ്റെ പേരിലാണ് ഞാൻ ക്രൈം പുറത്ത് വാർത്ത കൊണ്ടുവന്നതിൻ്റെ പേരിലാണ് 2005 അദ്ദേഹത്തിൻ്റെ മരുമകനായ ഇപ്പോഴത്തെ മരുമകനായ മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ ക്രൈമിൻ്റെ ഓഫീസ് കത്തിക്കുകയും അവിടുന്ന് ലാവ്ലിംഗ് കേസിൻ്റെ രേഖകളും അതേപോലെ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ രേഖകളെല്ലാം കടത്തിക്കൊണ്ടുപോയത്. അദ്ദേഹം പിന്നീട് പിണറായി വിജയൻ്റെ മരുമകനായി. നമുക്കെല്ലാവർക്കും ആ കഥ അറിയാം. ആയതിന് കാരണം ഈ രേഖകൾ കടത്തിക്കൊണ്ടുപോയതാണ്. പിന്നീട് ഞാൻ തന്നെയാണ് ലാവ്ലിംഗ് കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കൊടുത്തത്. അത് പലതവണ അട്ടിമറിക്കപ്പെട്ട് അവസാനം സുപ്രീം കോടതിയിലെത്തി 2017. 2017 മുതൽ 2024 ഇപ്പോൾ വരെയുള്ള ഈ സമയത്ത് ഭരിക്കുന്നത് BJP-യാണ്. അവിടെ എന്താണ് നടക്കുന്നതെന്ന് ഞാൻ വ്യക്തമായി പറയാം. അവിടെ ഓരോ തവണയും CBIയുടെ പ്രോസിക്യൂട്ടറായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വന്ന് പറയും ഞങ്ങൾക്ക് സമയമിൽ തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. എന്നിട്ട് ലോക്കലുള്ള കേസുകൾക്ക് പോലും ഇദ്ദേഹം പോകും. എവിടെയും ലോക്കൽ എവിടെയെങ്കിലും ഏതെങ്കിലും നേതാക്കന്മാർക്കെതിരെ കേസുണ്ടോ, അതായത് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളോ സിസോദിയോ അല്ലെങ്കിൽ ജാർഖണ്ഡിലെ അവിടുത്തെ മുഖ്യമന്ത്രി അതുപോലുള്ള ആരെങ്കിലും താഴെയുള്ള നേതാക്കന്മാർ കോൺഗ്രസിൻ്റെയോ അതുപോലെ എതിരാളികളെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി ഇദ്ദേഹം പോകും. എന്നാൽ പിണറായി വിജയൻ്റെ ലാവ്ലിംഗ് കേസിൽ, പിണറായി വിജയൻ മുഖ്യപ്രതിയായ ലാവ്ലിംഗ് കേസിൽ CBIക്ക് സമയമില്ല. എന്തുകൊണ്ടാണ്? അത് പിണറായി വിജയനുമായിട്ടുള്ള ധാരണയാണ്. ആരാണ് ഈ പറയുന്ന സോളിസിറ്റർ ജനറൽ? അമിത് ഷായുടെ വലങ്കയാണ്. അദ്ദേഹമാണ് ഗുജറാത്തിൽ കലാപം ഉണ്ടായപ്പോൾ അമിത്ഷായ്ക്ക് വേണ്ടി കോടതികളിൽ ഹാജരായത്. അതുകൊണ്ടാണ് അദ്ദേഹം സോളിസിറ്റർ ജനറലായി വളർന്നത്. അങ്ങനെയുള്ള ഈ കേസ് അന്ന് മുതൽ അട്ടിമറിക്കപ്പെടുകയായിരുന്നു. ഓരോ തവണയും പേരും പറഞ്ഞിട്ട് അട്ടിമറിക്കപ്പെടുകയായിരുന്നു. ഏകദേശം 200ഓളം സാക്ഷികളുള്ള, ഏകദേശം 9 പ്രതികളുള്ള കേസിൽ ഇപ്പോൾ 4 പ്രതികൾ മരിച്ചു. ഇനി 5 പ്രതികളേ ഉള്ളൂ. സാക്ഷികളിൽ 200 സാക്ഷികളിൽ ഏകദേശം 30ഓളം പേര് മരിച്ചു. ഈ ഏകദേശം 50ഓളം പേർക്ക് ഇനി തലപൊക്കി നടക്കാൻ പറ്റാത്ത ദിവസം കിടപ്പിലാണ്. ഏകദേശം 120-130 പേര് മാത്രമേ ഇനി കോടതിയിൽ വന്ന് മൊഴി പറയാൻ സാധ്യതയുള്ളൂ. കാരണം ഏകദേശം 10,000 പേജുകളുള്ള ഡോക്യുമെൻ്റാണ്. അങ്ങനെയുള്ള സംഭവത്തിൽ ആരും വരാതിരിക്കാൻ ഇനിയിപ്പോൾ 5 പേരും കൂടെ ഏത് സമയത്തും മരിക്കാം. അങ്ങനെ 8 വർഷമായി 60 തവണയും മാറ്റിവെച്ച കേസിൻ്റെ അട്ടിമറിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ അമിത്ഷായും അതേപോലെ നരേന്ദ്രമോദിയാണ്. ഇനി രണ്ടാമത്തെ കേസ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിനെ കുറിച്ച് ആദ്യമായി വെട്ടിപ്പൊട്ടിച്ചതാരാ? നമ്മുടെ സുരേന്ദ്രനാണ്. അതിനുശേഷം പലരും പ്രഖ്യാപിച്ചു. എന്തിനും നരേന്ദ്രമോദി തൃശ്ശൂരിൽ വന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹം പിണറായി വിജയൻ, എനിക്കറിയാം പിണറായി വിജയന്, മുഖ്യമന്ത്രി പിണറായി വിജയന് സ്വർണ്ണക്കള്ളക്കടത്തിലെ ബന്ധം. അതേപോലെ നമ്മളെ അമിത്ഷാ വന്ന് പറഞ്ഞു, കൃത്യമായി പറഞ്ഞു, പിണറായി വിജയൻ ആ കാര്യത്തിൽ പ്രതിയാണ്, ഇതെല്ലാം ഞങ്ങളെ കൈവശമുണ്ട്. അപ്പോൾ ഈ കൈവശമുള്ള രേഖകൾ വെച്ച് ഇവിടെ കച്ചവടം എന്താണ് നടന്നത് അതിനെക്കുറിച്ച് പറയാം. മൂന്നാമത് നമുക്ക് ലൈഫ് മിഷൻ തട്ടിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം എടുക്കാം. ലൈഫ് മിഷൻ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ അറിയാമോ? വടക്കാഞ്ചേരിയിൽ പ്രളയബാധിതർക്ക് വേണ്ടി റെഡ് ക്രസൻറ്റ് എന്ന് പറയുന്ന ദുബായിലുള്ള ഒരു സർവീസ് സംഘടന, റെഡ് ക്രോസിന് തുല്യമായ സംഘടന, ഏകദേശം 20 കോടി രൂപ കൊടുക്കാൻ തയ്യാറായി ഇവിടെ പ്രളയബാധിതർക്ക് കെട്ടിടം പണിയാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി എന്ത് ചെയ്തു? അവർ കൃത്യമായി തന്നെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തു. ഇവിടെ അന്ന് പിണറായി വിജയൻ എന്താ ചെയ്തത് അറിയാമോ? ലൈഫ് മിഷൻ ചെയർമാനായി പിണറായി വിജയൻ തീരുമാനമെടുത്ത ഒരു പ്രൈവറ്റ് പാർട്ടിക്ക് ഇത് കൊടുത്തേക്കാം.
അങ്ങനെ യൂണിടെക് എന്ന് പറയുന്ന കമ്പനിക്ക്, സന്തോഷ് ഈപ്പൻ്റെ കമ്പനിക്ക് കൊടുത്തു. അതുകൊണ്ട് എന്താ നേരിട്ട് അറിയാമോ, നേരിട്ട് ഫണ്ട് ലൈഫ് മിഷനിലേക്ക് വരികയാണെങ്കിൽ അത് അവർക്ക് അടിച്ചെടുക്കാൻ പറ്റില്ല. കാരണം ഇത് കണക്കും കാര്യങ്ങളും വെക്കണം. മാത്രമല്ല ഇതാണ് സംഭവം, ഫണ്ട് വരികയാണ്. അപ്പോൾ വേറെ ഒരു നിർമ്മാതാവിനെ അയക്കുകയാണെങ്കിൽ അതുവഴി കമ്മീഷൻ വാങ്ങാം. 19 കോടിയിൽ 9 കോടി അടിച്ചെടുത്തു. അതിൻ്റെ മുഖ്യപ്രതി ആരാണ്? ഇത് തീരുമാനമെടുത്ത പിണറായി വിജയനാണ്. ഒരു കാരണവശാലും FCRA ലംഘനം നടത്തി മറ്റൊരു സംഘടന വഴി, മറ്റൊരു സ്ഥാപനം വഴി പണം വരാൻ പറ്റില്ല. പ്രത്യേക അക്കൗണ്ട് വഴി മാത്രമേ ഫണ്ട് വരാൻ പറ്റുള്ളൂ. ഈ കേസിൽ CBI കേസെടുത്തു, അതേപോലെ എൻഫോഴ്സ്മെൻറ്റ് കേസെടുത്തു. ശിവശങ്കർ ജയിലിൽ കടന്നു. എന്നിട്ടും ഇതുവരെ പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല. ഇനി അതിലും ഭീകരമായൊരു സംഭവമാണ് പിണറായി വിജയൻ ഇവിടെ നിന്ന് ഡോളർ കടത്തിക്കൊണ്ടുപോയ സംഭവം. ഡോളർ കടത്തിക്കൊണ്ടുപോയ സംഭവത്തിൽ ഇവിടെ നിന്ന് ഏകദേശം 100 കോടി രൂപയാണ് പല തവണയായിട്ട് ഡോളർ കടത്തിക്കൊണ്ടുപോയത്. അതിന് ഉപയോഗിച്ചതാരെയാണ്? സ്വപ്നയെയും അതേപോലെ സരിത്തിനെയായിരുന്നു. അവരന്ന് അവിടെ ദുബായിൽ എംബസിയിലായിരുന്നു. ആ സമയത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പിണറായി വിജയൻ്റെ മറന്നുപോയ ബാഗേജ് തിരിച്ചെത്തിക്കുന്നതിന് വഴി, നയതന്ത്ര ബാഗേജിലൂടെ വഴി എത്തിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ നോട്ടുകളായിരുന്നു. അത് കൃത്യമായി തന്നെ അന്ന് റിപ്പോർട്ട് ചെയ്താണ്, പിന്നീട് മൊഴി കൊടുത്താണ് സ്വപ്ന. അങ്ങനെയുള്ള സംഭവത്തിൽ ഇന്നേ വരെ കേസെടുത്തിട്ടില്ല. എന്തിന്? ലാസ്റ്റ് നമുക്കറിയാം, കരിമണൽ കർത്ത അദ്ദേഹത്തെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അദ്ദേഹത്തിന് ആവശ്യമുള്ള മെറ്റീരിയൽ കിട്ടണമെങ്കിൽ ഇത്ര കമ്മീഷൻ കിട്ടണം എന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയൻ 2016 മുതൽ 2019 വരെ ഏകദേശം 100 കോടി രൂപ വാങ്ങി. പ്ലസ് മകൾക്ക് എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് 1.73 കോടി രൂപ വന്നു. ആ 1.73 കോടി രൂപ റിക്കാർഡിക്കലി വന്നതാണ്. മകള് ഉറപ്പായിട്ട് അകത്താവും. കാരണം ഇവർക്ക് എഡ്യൂക്കേഷൻ ആപ്പാണ്, അതിൽ ഈ തരത്തിലുള്ള കരിമണയിലുള്ള ആപ്പല്ല. ഒരു സർവീസും ചെയ്തില്ല എന്നുള്ള റിപ്പോർട്ട് അതിലുണ്ട്. അപ്പോൾ ഇവർക്ക് കൈക്കൂലിയായി കൊടുത്തതാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള സ്വാധീനം ഉപയോഗിച്ചിട്ടാണ് മകൾക്കിത് കൊടുത്തത്. കൂടാതെ ഏകദേശം 5000 കോടി രൂപയുടെ ഇടപാടുകളാണ് നടന്നിരിക്കുന്നത്, പിണറായി വിജയന് കിട്ടിയിരിക്കുന്നത് ഈ ഇടപാട്. കൂടാതെ പിണറായി വിജയന് വിദേശത്ത് പല മേഖലകളിൽ നിന്നുള്ള അഴിമതികൾ നടത്തി. അതായത് മരുന്ന് കമ്പനികളുമായിട്ടും അതേപോലെ മണ്ണ് മാഫിയ, പാറമട മാലോബി, അങ്ങനെ തുടങ്ങി കേരളത്തിലെ മുച്ചോട് നശിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വാരിയെടുത്ത പണമെല്ലാം വിദേശത്ത് ഏകദേശം 25,000 മുതൽ 50,000 കോടി രൂപയുടെ പിണറായി വിജയന് കള്ളപ്പണ ഇടപാടുണ്ട്. ഇതെല്ലാം ഫാരിസ് അബൂബക്കറാണ് നിയന്ത്രിക്കുന്നത്. ഇത് മകനും മകളുമാണ് നിയന്ത്രിക്കുന്നത്. ഇത് വിദേശത്തേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? ഇവിടെ നിന്നല്ല പണം വാങ്ങുന്നത്, വിദേശത്ത് പോയിട്ട് വിദേശത്തു നിന്നുള്ള ഏതെങ്കിലും ഏജൻസി വഴി അവരെ അക്കൗണ്ടിലേക്ക് വരും. എന്നിട്ട് അത് നേരെ അമേരിക്കയിലേക്ക് അയക്കും. ഈ രൂപത്തിലുള്ള ഇടപാടാണ്. ഇതൊക്കെ വളരെ വിശദമായി അന്വേഷിക്കേണ്ട കുറ്റാന്വേഷണ ഏജൻസികൾ കൃത്യമായി തെളിവുണ്ടായിട്ടും ഇത്രയും കാലം തൊടാതിരുന്നതിന് കാരണം പിണറായി വിജയനും BJPയുമായുള്ള ബന്ധമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 67 സ്ഥലങ്ങളിലാണ് BJP CPMന് വോട്ട് ചെയ്തത്. അതുവഴി 27 സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞു. എന്നാൽ 5 സീറ്റുകളിൽ തിരുവനന്തപുരത്ത് നേമത്തും ചാത്തന്നൂർ കൊല്ലത്തും തൃശ്ശൂരിലും അതേപോലെ പാലക്കാടും മഞ്ചേശ്വരത്തും മറച്ചു വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും വേണ്ടത്ര വോട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ആ വോട്ടുകളൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. അതുകൊണ്ട് ഒരൊറ്റ സീറ്റും BJP വിജയിക്കാൻ പറ്റിയില്ല. നേമത്ത് സീറ്റ് പോയി. ഇത്തവണ ലോക്സഭാ സീറ്റിൽ 3 സീറ്റ് ഉറപ്പായിട്ടും വിജയിപ്പിക്കാൻ വേണ്ടിയായിരുന്നു നിർദ്ദേശം. അതിലൊരു സീറ്റാണ് തൃശ്ശൂർ സീറ്റ്. ആ തൃശ്ശൂർ സീറ്റിൽ കൃത്യമായി 50 വോട്ടുകൾ വീതം ഒരു ബൂത്തിൽ വീതം ചെയ്യണമെന്നുള്ളതായിരുന്നു നിർദ്ദേശം. ആ ഒരു ബൂത്തിൽ വീതം അങ്ങനെ ചെയ്തിട്ട് 50,000 വോട്ടുകൾ അട്ടിമറിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരുന്നത്. അത് കൃത്യമായി ചെയ്തു എന്ന് തന്നെയാണ് തൃശ്ശൂരിൽ നിന്ന് കിട്ടിയവർ. അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ പൂരം കലക്കിയത് വഴി കൃത്യമായി പൂരം കലക്കി. ആ പൂരം കലക്കിയത് വഴി കൃത്യമായിട്ട് ഇപ്പോൾ വോട്ട് നേടി. അതാണ് നമ്മുടെ VD സതീശൻ പറഞ്ഞത്, ഇത് കച്ചവടമാണ്. പിണറായി വിജയനും BJPയും തമ്മിലുള്ള ഇടപാട്, പിണറായി വിജയനെ എല്ലാ കേസുകളിൽ നിന്ന് രക്ഷപ്പിക്കാനും മകളെ കേസുകളിൽ നിന്ന് രക്ഷിക്കാനും വേണ്ടിയുള്ള ഇടപാട്, ആ ഇടപാടാണ് നടന്നത്. പ്രത്യേകിച്ചും മാസപ്പടി വിഭാഗത്തിൽ SFI അന്വേഷണം 8 മാസം കഴിഞ്ഞു, എന്നിട്ടും യാതൊരു നടപടി ഉണ്ടായില്ല. കഴിഞ്ഞ ഇലക്ഷൻ കഴിയുന്നവരെ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട ഇടപാടിൽ ഇപ്പോൾ അറസ്റ്റ് നടക്കുമെന്നൊക്കെ പറഞ്ഞാണ്. ഒരൊറ്റ കുട്ടിയെ അറസ്റ്റ് നടന്നില്ല. അതിനെല്ലാം കാരണം ഈ ഇടപാടാണ്.
ഈ ഇടപാടിനെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇപ്പോൾ ADGP അജിത് കുമാർ നേരിട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹം CBI ഡയറക്ടറായി കിട്ടാനുള്ള വഴികൾ നോക്കുമ്പോൾ തന്നെ ഇവിടെ പിണറായി വിജയനുമായുള്ള ധാരണയുണ്ടാക്കി കേസുകൾ അട്ടിമറിക്കുമ്പോൾ കൃത്യമായി അവിടെ മറച്ച് പൂരം കലക്കാനും വോട്ട് മറച്ചു കൊടുക്കാനുമുള്ള ഡീൽ നടത്തുകയാണ് ADGP അജിത് കുമാർ വഴി പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത്. RSSന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയും അതേപോലെ വിജ്ഞാൻ ഭാരതിയുടെ ജയകുമാറും അതേപോലെ രാമബാധവുമായിട്ടൊക്കെ ഇടപാടുകൾ പിണറായി വിജയന് പോയി നേരിട്ട് നടത്തി കൊടുക്കുന്നത് ആരാണ്? ഈ പറയുന്ന അജിത് കുമാറാണ്. അതുകൊണ്ടാണ് PV അൻവർ ആരോപണം ഉന്നയിച്ചിട്ടും ADGP അജിത് കുമാറിനെ പിണറായി വിജയന് മാറ്റാൻ പറ്റാത്തത്. പിണറായി വിജയൻ്റെ സകല ഇടപാടുകളെയും രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഭൂതമാണ് ഈ പറയുന്ന ADGP അജിത് കുമാർ. അപ്പോൾ ADGP അജിത് കുമാറിനെ P ശശിയും മാറ്റാൻ കഴിയില്ല. P ശശിയാകട്ടെ എവിടെയാണ് ബന്ധം? ഐസ്ക്രീം പാർലർ അട്ടിമറിച്ചത് മുതൽ അന്ന് തുടങ്ങിയതാണ് പിണറായി വിജയനായിട്ടുള്ള ബന്ധം. ലാവലിംഗ് കേസിൽ 8 കോടി രൂപ ഈ പറയുന്ന ശശിയുടെ കൈവശമാണ്. ലാവലിംഗ് കമ്പനിയുടെ ദിലീപ് രാഹുലനും നാസറും കൂടി തിരുവനന്തപുരത്ത് അന്ന് മുഖ്യമന്ത്രി PK നാരായണന്റെ ഓഫീസിൽ എത്തിച്ചു കൊടുത്തത്. അങ്ങനെ പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തരായ പെണ്ണുപിടിയനായ നമ്മുടെ ശശി, അതേപോലെ ADGP അജിത് കുമാർ, ഇവരാണ് ഇവിടുത്തെ മാഫിയ സംഘങ്ങൾ, പിണറായി വിജയൻ്റെ വലങ്കയും ഇടങ്കയും. ഇവരാണ് കള്ളക്കേസിൽ എന്നെ കുടുക്കിയത്, കള്ളക്കേസിൽ കുടുക്കി എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലടപ്പിച്ചത്, ഓഫീസ് റെയ്ഡ് ചെയ്ത് സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോയത്. അതേപോലെ ഷാജിൻ സ്കറിയയുടെ ഓഫീസിൽ നിന്നും ഇത്രയും ഭീകരമായ രൂപത്തിൽ അവരുടെ കമ്പ്യൂട്ടർ അടക്കം കടത്തിക്കൊണ്ടുപോയത്. ഇങ്ങനെയുള്ള പിണറായി വിജയൻ എന്താണ് മനസ്സിലാക്കേണ്ടത്? പിണറായി വിജയൻ സുരക്ഷിതനാണ്. ഈ ഭരണം കഴിയുന്നവരെ അദ്ദേഹത്തെ തൊടില്ല എന്നുള്ള ധാരണയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ആ ധാരണയുടെ ഫലമായിട്ടാണ് അദ്ദേഹം സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തും അതേപോലെ ആറ്റിങ്ങൽ വോട്ട് മറച്ചെങ്കിലും വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. 3 സീറ്റുകളിൽ വിജയിപ്പിക്കാൻ പ്ലാൻ ചെയ്തെങ്കിലും അവസാനം പൊട്ടിത്തകരുകയായിരുന്നു. ഇതാണ് ഡീൽ. ഇത് തന്നെയാണ് നമ്മുടെ VD സതീശൻ പറഞ്ഞത്. VD സതീശൻ പറഞ്ഞ ഭാഗങ്ങൾ പൂർണ്ണമായും കേൾക്കാം. ആദ്യം കൊടുത്ത ചെറിയൊരു ഭാഗം തന്നെയാണ്. അതേപോലെ അൻവർ പറഞ്ഞ കാര്യങ്ങളും ഒന്ന് കൂടി കേൾക്കാം. അദ്ദേഹം പറഞ്ഞതും പൂർണ്ണമായ ഭാഗങ്ങൾ ഇതിന് ശേഷം അൻവറിൻ്റെയും കൂടി കേൾക്കാം. നന്ദി, നമസ്കാരം. ഇന്നലെ വേറെ ആരോ പറഞ്ഞു എന്താണ് തൃശ്ശൂർ പൂരം കലക്കാൻ ഈ കഴിഞ്ഞ വർഷമാണ്. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ തൃശ്ശൂർ പൂരം കലക്കാനാണ് ഇവർ തമ്മിൽ കണ്ടതെന്ന്. ഇവർ തമ്മിൽ കണ്ടപ്പോൾ BJPയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? സംഘപരിവാറിന്റെ കേരളത്തിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം അല്ലേ? അപ്പോൾ ഈ ADGP വഴി മുഖ്യമന്ത്രി കൊടുത്ത അഷ്വറൻസ്, അതിന് ഞങ്ങൾ സഹായിക്കാം, ഞങ്ങളെ ഉപദ്രവിക്കരുതാണ്, കേസ് പ്രശ്നമായിട്ട് ഞങ്ങളെ ഉപദ്രവിക്കരുതാണ്. അതിന്റെ തുടർച്ചയാണ് പൂരം കലക്കിയത്. അല്ലാതെ പൂരം കലക്കാൻ ഗൂഢാലോചന നടത്തിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്ത കാര്യം എൻ്റെ നാവിൽ വയ്ക്കരുത്. നിങ്ങളുടെ കയ്യിലെല്ലാം റെക്കോർഡുണ്ട്. ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു. പിന്നെ പൂരം കലക്കിയ കാര്യമായിട്ട് പറഞ്ഞത് ഗവൺമെന്റും പാർട്ടിയും എല്ലാം പ്രതിരോധത്തിൽ ആയി പറഞ്ഞത് ഈ കമ്മീഷണറാണ് കുഴപ്പമുണ്ടാക്കിയത്. കമ്മീഷണർ അഴിഞ്ഞാടി. അവിടെ കമ്മീഷണറെ ഞങ്ങൾ നീക്കിയെന്നാണ് പറഞ്ഞത്. ഈ കമ്മീഷണർ അഴിഞ്ഞാടുമ്പോൾ ഈ ADGP തൃശ്ശൂർ പട്ടണത്തിലുണ്ട്. അയാളല്ലേ ഏറ്റവും വലിയ ഉന്നത ഉദ്യോഗസ്ഥൻ, പോലീസ് ഹൈറാർക്കിയിലെ ഏറ്റവും വലിയ ആള്. ഇത്രയും കുഴപ്പമൊന്നും പറഞ്ഞിട്ട് അങ്ങനെ അവിടെ പോകണ്ടേ? അല്ലെങ്കിൽ ഒരു ഫോൺ വിളിച്ച് എന്താണോ താൻ ചെയ്യുന്നതെന്ന് കമ്മീഷണറോട് ചോദിക്കണ്ടേ? ചെയ്തില്ല. കാരണം പൂരം കലക്കാന്നുള്ളത് CPMന്റെയും BJPയുടെയും പോലീസിന്റെ CPMന്റെയും BJPയുടെ പ്ലാനായിരുന്നു. അത് പോലീസ് വഴി നടപ്പാക്കി. അതുകൊണ്ടാണ് ഞാൻ BJPക്കാരോട് ചോദിച്ചത്, എന്താ വിശ്വാസം, ആചാരം, ഹിന്ദു എന്നൊക്കെ പറയുന്ന ആളുകൾ ഉത്സവം കലക്കാൻ വേണ്ടി കൂട്ടുനിന്നിരിക്കുകയാണ്, ജയിക്കാൻ വേണ്ടിയിട്ട്. ഇവരൊക്കെയാണ് ഹിന്ദുക്കളെ കബളിപ്പിക്കുകയല്ലേ ഇവർ? ഹിന്ദുക്കളെ കബളിപ്പിക്കുകയാണ് ഇവർ. ഉത്സവം കലക്കാൻ, പൂരം എന്ന് പറഞ്ഞ ഉത്സവമല്ല, എത്ര അമ്പലങ്ങളിലെ ഉത്സവമാണ്, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ വൈകാരികമായൊരു കാര്യമാണ്. അത് കലക്കാൻ കൂട്ടുന്ന ആളുകളാണ് ഇപ്പൊ പറയാണ്. നമ്മളെ ക്ലാസ് എടുക്കുകയാണ് വിശ്വാസത്തെക്കുറിച്ച്, ആചാരത്തെക്കുറിച്ച്. ഇവരുടെയൊക്കെ, അതാണ് ഞാൻ പറയുന്നത്, ഇവരുടെയൊക്കെ തനി നിറം വെളിവായി. ഒരു സംശയം വേണ്ട കാര്യത്തിൽ ആണല്ലോ. മുഖ്യമന്ത്രി ഇതിനു മുമ്പും ഉദ്യോഗസ്ഥന്മാരെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള ഒരു DGPയുടെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കുന്നുണ്ട്. ഇവരൊക്കെ വഴി. കാരണം CPM നേതാക്കളെ വിടാൻ പറ്റില്ലല്ലോ. മാത്രമല്ല 2 ദിവസം കഴിയുമ്പോൾ മാറ്റി പറഞ്ഞാൽ ആരെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വിശ്വാസമുള്ള തന്റെ വിശ്വസ്തനായ ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രിയാണ് അയച്ചത്. ഞാൻ ഇന്നലെ ഒരു കാര്യം കൂടി പറഞ്ഞു. ഇനി വാദത്തിന് വേണ്ടി മുഖ്യമന്ത്രി അറിയാതെയാണ് ഇയാൾ പോയത് എന്ന് വാദത്തിന് വേണ്ടി പറഞ്ഞാൽ, പിറ്റേ ദിവസം മുഖ്യമന്ത്രി അറിഞ്ഞല്ലോ. മുഖ്യമന്ത്രിയുടെ ഇന്റലിജൻസ് രാവിലെ മുഖ്യമന്ത്രിയുടെ ടേബിളിലെത്തുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ടാണ്. അതിൽ പറഞ്ഞല്ലോ തലേ ദിവസം പോയെന്ന്. അപ്പൊ ഇയാൾക്കെതിരെ വിശദീകരണം ചോദിച്ചോ? നടപടി എടുത്തോ? അങ്ങനെ കേരളത്തിലെ DGPക്കും ADGPക്കും ഒക്കെ ആരെയും പോയി കാണാൻ പറ്റുമോ? ഇയാൾ ഔദ്യോഗിക ദിവസമായിരുന്നു, അത് ഔദ്യോഗികമായി ഡ്യൂട്ടിയിലായിരുന്നു.
ലീവ് എടുത്ത് പോയതാണോ? അതൊക്കെ അന്വേഷിക്കണ്ടേ? ലീവ് എടുത്ത് പോയതാണ്. ഔദ്യോഗിക ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഇയാളെ കാണുന്നത് എന്തിനാ ഈ RSS ജനറൽ സെക്രട്ടറിയെ കാണുന്നത്? ADGP 1 മണിക്കൂർ പോയി സംസാരിക്കുന്നത്? 1 മണിക്കൂർ പോയി സംസാരിക്കുന്നത് എന്തിനാ? വീട്ടുകാരും വല്ലതാണോ? അതിർത്തി തർക്കം വല്ലതും ഉണ്ടോ അവർ തമ്മിൽ? ഒന്നുമില്ലല്ലോ. ഇത് പൊളിറ്റിക്കൽ മിഷനായിരുന്നു, അതെ, പരസ്പരം സഹായിക്കാൻ വേണ്ടി. അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജനങ്ങളായിരുന്നു വിഡ്ഢികളാക്കിയിരുന്നത്. അതെങ്ങനെ അവർ തന്നെ കലക്കിയ റിപ്പോർട്ട് അവരെങ്ങനെ പുറത്തു വിടരുത്? അദ്ദേഹം ഏറ്റവും വലിയ പ്രശ്നം, അദ്ദേഹം അന്ന് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു SP ഇവിടെ ഉള്ളപ്പോ ഒരു SI ഇവിടെ കിടന്ന് അഴിഞ്ഞാടുക? അവിടെ SP നോക്കിയെങ്കിലോ? SI അഴിഞ്ഞാടുന്നു എപ്പോ? മഠത്തിൽ വരവിന്റെ സമയം രാവിലെ 11 മണി മുതൽ പിറ്റേ ദിവസം 7 വരെയാണ് കമ്മീഷണർ അഴിഞ്ഞാടിയത്. ആ സമയത്തല്ല ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ മുഖ്യമന്ത്രി ഉറങ്ങുമല്ലായിരുന്നല്ലോ ആ സമയത്തൊന്നും, പകലും രാത്രിയൊന്നും. അദ്ദേഹത്തിന് അറിവ് കിട്ടിയില്ലേ ഇവിടെ ഒരു കമ്മീഷണർ അഴിഞ്ഞാടുകയാണ്, പൂരം കലക്കുകയാണ്? അത് മുഖ്യമന്ത്രി വിളിക്കണ്ടേ കമ്മീഷണറെ? ഇല്ലല്ലോ. പൂരം കലക്കാൻ വേണ്ടിയിട്ട് തന്നെ. അതാണ് ഞാൻ പറഞ്ഞ പൂരം കലക്കി പിണറായി വിജയൻ എന്ന് പറഞ്ഞത്. സാധാരണ അത്തരം വാക്കുകളൊന്നും ഞാൻ ഉപയോഗിക്കാത്ത ആളാണ്. ശരിക്കും പൂരം കലക്കായിരുന്നു.